ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സസ്യം കയ്യോന്യം അല്ലെങ്കിൽ കയ്യോന്നി എന്ന സസ്യമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആരോഗ്യ രക്ഷാൌഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് കയ്യോന്യം. എക്ലിപ്റ്റ ആൽബ എന്നാണ് കയ്യോന്യത്തിൻ്റെ ശാസ്ത്രനാമം. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി നമുക്ക് കയ്യോന്യത്തെ കാണാൻ സാധിക്കും. ഇതൊരു ഏകവർഷിയായ ദുർബല സസ്യമാണ്. ചെറിയ ഇലകളോടും വെള്ള നിറത്തിലുള്ള വട്ടത്തിലുള്ള പൂക്കളോടും കൂടിയതാണ് കയ്യോന്യം. കേശ സംരക്ഷണത്തിനായി ഇന്നും ഒട്ടനവധി ആളുകൾ എണ്ണ കാച്ചി ഇത് തലയിൽ തേക്കാറുണ്ട്. ദശപുഷ്പങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ള ഒരു സസ്യം കൂടിയാണ് കയ്യോന്യം. ഓരോ നാടുകളിലും ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ സസ്യം ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കയ്യോന്യം കാണാൻ സാധിക്കും. ഇതിൽ വെള്ള നിറത്തിലുള്ള കയ്യോന്യവും ചുവന്ന നിറത്തിലുള്ള കയ്യോന്യവും ഉണ്ട്. തണ്ടിന് ചുവന്ന നിറമായിരിക്കും. ഇതാണ് കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൂടുതലായി ഉപയോഗിച്ചു വരുന്നതും ഗുണങ്ങൾ ഏറെയുള്ളതും. മുടി വളരുന്നതിനും ശിരോരോഗങ്ങൾ കുറയ്ക്കുന്നതിനും കയ്യോന്നി ഇട്ട് കാച്ചിയ എണ്ണ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഉറക്കം നൽകാനും സഹായകരമാണ്. കയ്യോന്യം ചേർത്ത് കാച്ചിയ എണ്ണകൾ നമുക്കിന്ന് വിപണികളിൽ ലഭ്യമാണ്. കേശ സംരക്ഷണം പോലെ തന്നെ ഇത് കരളിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കാഴ്ചശക്തിക്കുമൊക്കെ സഹായകരമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കാനും കയ്യോന്യത്തിന് കഴിവുണ്ട്. കയ്യോന്യം എണ്ണ കാച്ചി തേക്കുന്നത് പോലെ തന്നെ ഉത്തമമായൊരു മാർഗമാണ് സമൂലമെടുത്ത് താളിയായി തലയിൽ തേക്കുന്നതും. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ ഉദരകൃമിക്കും കയ്യോന്യം ഉത്തമ മാർഗമാണ്. കാഴ്ചയ്ക്ക് വളരെ ചെറിയൊരു സസ്യമാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കയ്യോന്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.